ഇപ്പൊ അടുത്ത ദിവസം ഇവര് കമ്പ്യൂട്ടർ ക്ലാസ്സിലേക്ക് പോകുമ്പോഴാണ് ലിന്നാണ് ഷവമിയോടുള്ള ദേഷ്യത്തിൽ അവളുടെ അടുത്തിരിക്കുക ദൂരെ ചെന്നിരിക്കും. അങ്ങനെ ഇത് കണ്ട് ഷവമി കുറച്ച് വിഷമിച്ച് അവൾ അവിടെ ചെന്നിരിക്കുമ്പോഴാണ് രൂക്ഷി അവളുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് ഇന്നലെ ലിന്ന അവന് തന്ന ഗിഫ്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ വരും. അപ്പോഴാണ് അവൾ അതിന് മുമ്പ് രൂക്ഷി എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല എന്നിന് അവളും പറഞ്ഞിട്ട് അവൾ വേറെ സീറ്റിലേക്ക് ചെന്നിരിക്കും. അങ്ങനെ ഇതോടെ അവനാണ് എന്നെ ക്ഷമിച്ചേക്ക് ഷവമി എന്ന് പറഞ്ഞ് അവളുടെ കമ്പ്യൂട്ടറിനകത്ത് മെസ്സേജ് അയക്കുമ്പോൾ ഇവൻ എങ്ങനെ ഇതൊക്കെ മെസ്സേജ് അയക്കുന്നതെന്ന് അവൾ ഷോക്കായിരിക്കും. അപ്പോഴാണ് അവനും നീ എവിടെ പോയാലും ഞാൻ എല്ലാ കമ്പ്യൂട്ടറിലും മെസ്സേജ് അയക്കും പറഞ്ഞ് അവളോട് സോറി ചോദിച്ചുകൊണ്ടിരിക്കും. ഇതോടെ അവളും ദേഷ്യത്തി ആ കമ്പ്യൂട്ടർ തന്നെ ഓഫ് ആക്കിയിടും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഷവമി വിഷമിച്ച് ഇവരുടെ സീക്രട്ട് പ്ലേസിലേക്ക് ചെന്ന് അവൾ ആ ബോർഡിനകത്ത് ദേഷ്യം എഴുതിക്കൊണ്ടിരിക്കും. രൂക്ഷിക്ക് ലിന്നിനോട് പ്രണയമുള്ളതെന്ന് പറഞ്ഞ്. അങ്ങനെ ഇവരോടുള്ള വിഷമത്തി ഓരോന്ന് കുത്തിവരച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്കാണ് രൂക്ഷി എന്ന് ഇവളെ സമ്മാനപ്പെടുത്തും. ഷവമി നീ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല എന്നിന് അവനും പറയാൻ വരുമ്പം ഇവളാണ് ദേഷ്യത്തെ അവനിട്ടടിക്കും. രൂക്ഷി നീ ഒരു മണ്ടന എന്നിന് അവനെ വഴക്കുറയുമ്പോഴാണ് അവനിത് കേട്ട് ഞാൻ മണ്ടനാ സമ്മതിച്ച് നിനക്ക് എന്നോട് ദേഷ്യം എതിർക്കണ്ടേ നീ ഇത് എത്ര ആണെങ്കിലും തീർത്തോ എന്നിന് ഇവൻ അവളെ ആശ്വാസപ്പെടുത്താൻ നോക്കുമ്പോഴാണ് അവളാണ് കരഞ്ഞോണ്ട് രൂക്ഷി എനിക്കറിയാം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്, പക്ഷെ ലിന്നിനെ ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടാ കണ്ട, പക്ഷെ അവൾ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നു വിചാരിച്ചു നോക്കിയില്ല എന്നിന് അവളും കരയുമ്പോഴാണ് ഇവനാണ് ഇത് കണ്ടിട്ട് ഷവമി നിന്റെ സ്നേഹമൊന്നും കിട്ടാൻ അവൾക്ക് അവകാശമില്ല നീ കരയാതെ എന്നിന് ഇവൻ അവളെ സമ്മാനപ്പെടുത്തുമ്പോഴാണ് ഇതൊക്കെ പുറത്തിരുന്ന് യുവാനം കണ്ട് വിഷമിച്ച് അവനവരെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം അവിടേക്ക് വരുന്ന ലിന്നാണ് ഷവമി ഇവളോട് ദേഷ്യത്തിൽ ബോർഡിനകത്ത് എഴുതിയേക്കുന്നുണ്ട് അവള് മൊത്തത്തിൽ കട്ടക്കലിപ്പാകും. അതിനുശേഷം അന്ന് രാത്രി രൂക്ഷി ഷവമി വിളിച്ചോണ്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് ഇവളുടെ മൂഡ് അപ്സെറ്റ് ആയിരിക്കുന്നുണ്ട്. ഇവനാണ് അവളെ സമ്മാനപ്പെടുത്താൻ നോക്കും. ഓ ഷവമി ഇത്രയും കിടിലായിട്ടുള്ള ചിക്കൻ കഴിക്കാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുക, നീ ഫുഡൊക്കെ ഒന്ന് കഴിക്കാതെ വിഷമിച്ചിരിക്കുക എന്നിന് ഇവനും പറയുമ്പം അവൾക്കും ചിരി വന്നിട്ട് രൂക്ഷി നീ എന്തോ കൊച്ചു വെച്ചോ എന്നിന് അവനെ നോക്കി കളിയാക്കുമ്പം നിന്നെ സമ്മാനപ്പെടുത്താൻ വേണ്ടി ഞാൻ വട്ട പൂജ ആയാലും കുഴപ്പമില്ലെന്ന് അവളെ മൊത്തത്തിൽ ഞങ്ങൾ ശരിയാക്കും. അപ്പോഴായിരിക്കും ഇവൻ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്ന ഷവമി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ലിൻ തന്ന ഗിഫ്റ്റ് ഞാൻ എടുത്തു പോലും നോക്കിയില്ല, പിന്നെ ഞാൻ അവൾക്ക് പകരം ഒരു പേന ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് ഇന്നലെ മറ്റേ സാറിന്റെ അടുത്തിരുന്ന് അവളല്ലേ നമ്മൾ ഹെൽപ്പ് ചെയ്ത് അതുകൊണ്ട് മാത്രം, സത്യത്തിൽ ഞാൻ ഏറ്റവും ആഗ്രഹിച്ച ഗിഫ്റ്റ് എന്താന്ന് വെച്ചാൽ അത് നിന്റെതാ എന്നിന് ഇവനും പറയുമ്പോഴാണ് അവളും രൂക്ഷി എനിക്കത് അറിയാം നീ എന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ എനിക്കത് നിന്നോട് പറയാനുള്ള ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും ഞാൻ ക്ലിയർ ചെയ്ത സ്ഥിതിക്ക് എന്റെ ഗിഫ്റ്റ് എന്ത് ചെയ്യേ നീ എനിക്ക് വേണ്ടി അന്ന് ഗിഫ്റ്റ് കൊണ്ടുവന്നില്ലായിരുന്നു എന്നിന് ഇവനും ചോദിക്കുമ്പോൾ അവള് സന്തോഷത്തിൽ കൊണ്ടുവന്നായിരുന്നു പറയും. അപ്പോഴാണ് അവനും അത് ഹാപ്പി ആയിട്ട് ചേട്ടാ നിങ്ങളുടെ കടയിലെ ചിക്കൻ അടിപൊളിയാ എന്നിന് അവന് എല്ലാവരുടെ ഫ്രണ്ട് വിളിച്ചു പോകുമ്പോൾ ഇവളാണ് മൊത്തം നാണം കെട്ടിട്ട് ഇവനിപ്പോ എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഒന്നുമില്ല നീ എനിക്ക് ഗിഫ്റ്റ് കൊണ്ടെന്ന് സന്തോഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞ ഇനി പറ എന്റെ ഗിഫ്റ്റ് എന്ത് ചെയ്യേ എന്നിന് അവനും ചോദിക്കുമ്പോൾ അവളും പിന്നെ തരാന്ന് പറഞ്ഞ് ഇവന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവന് തിരിച്ച് അവള് ഹോസ്റ്റലിലാക്കുമ്പോഴാണ് ഇവനാണ് അവളെ പോകാൻ സമ്മതിക്കാതെ കുറച്ച് സമയം കൂടെ ഇവിടെ നിൽക്കുവാൻ ചോദിക്കും. അപ്പോഴാണ് അവളും ചിരിച്ചോണ്ട് കുറച്ച് സമയം കൂടെ ഇവിടെ നിന്ന പിന്നെ ഹോസ്റ്റലിൽ അടച്ച് പൂട്ടുമെന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ അതാ നല്ലതെന്ന് പറഞ്ഞ് അവന്റെ കൂടെ വീട്ടിലേക്ക് വിളിക്കും. അതിനുശേഷം അവളും തമാശ പറഞ്ഞൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് ഇവനെല്ലാം പറയണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് അവനാണ് ഇവിടെ അടുത്തുള്ള സിറ്റിയിൽ തന്നെ കോളേജ് ചേരാൻ പോകുന്ന പറയും. അത് അവൻ ആഗ്രഹിച്ച പോലെ ഒരു ഫിലിം അക്കാഡമിയില്ല. അങ്ങനെ ഈ കാര്യം കേട്ട് അവൾ സന്തോഷപ്പെട്ടാലും അവൾ ഏത് കോളേജിലേക്ക് ചേരാൻ പോകുന്നതിന് അവൾക്കൊരു പിടിയില്ലെന്ന് പറയും. അപ്പോഴാണ് രൂക്ഷിയാണ് ഷവമി നീ എന്റെ കൂടെ ആ ഫിലിം അക്കാഡമിയിൽ നിന്ന് ചേരാത്തത് നിനക്ക് റൈറ്റർ ആകാനല്ല ആഗ്രഹം, നമുക്ക് ഒരുമിച്ച് അവിടെ പഠിക്കാം എന്നിന് ഇവൻ പറഞ്ഞു നോക്കുമ്പോഴാണ് അവളും അതൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ മാർക്കിന് അവിടെ നിന്ന് അഡ്മിഷൻ കിട്ടും തോന്നുന്നില്ല എന്നിന് ഇവള് വിഷമിക്കുമ്പോഴാണ് അവൻ അവളെ സമ്മാനപ്പെടുത്തുന്നത്. ഷവമി നീ സമാധാനപ്പെട്, ഇനി ഒരു വർഷം കൊണ്ട് നമുക്ക് സമയം, ഈ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ നിന്നെ പഠിപ്പിച്ച് അവിടെ അഡ്മിഷൻ വാങ്ങിച്ചു തരാം, പക്ഷെ ഈ സാർ കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെയാ എന്നിന് ഇവനും പറയുമ്പം അവളും ഭയങ്കര കോൺഫിഡന്റ് ഇവൻ ഓക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവ രണ്ട് ചിരിച്ച് സംസാരിക്കുന്നതൊക്കെ അവിടേക്ക് ലിന്നും കണ്ട് അസൂയപ്പെട്ടിരിക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം യുവാന് ഷവമി കൊടുക്കാതിരുന്ന മറ്റേ ഗിഫ്റ്റ് എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ലിന്നാണ് യുവാനില്ലാത്ത സമയം നോക്കി അവൾ ആ ഗിഫ്റ്റ് അടിച്ചു മാറ്റിക്കൊണ്ടങ്ങ് പോകും. കാരണം അത് യുവാൻ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന, പക്ഷെ ഇവൻ എന്തായാലും ഇനി പ്രപ്പോസ് ചെയ്തില്ലെന്ന് വിചാരിച്ച് ലിൻ തന്നെ സഹായിച്ചു കൊടുക്കാൻ തീരുമാനിക്കും. അങ്ങനെ ഷവമി അവളെ റേഡിയോ സ്റ്റേഷനിൽ ചേർത്തുകൊണ്ട് അവൾ അവിടെ നിന്ന് കുറച്ച് പണിയൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം ഷവമി ക്ലാസ്സിലേക്ക് വരുമ്പോഴാണ് അവിടെ പിള്ളേരെല്ലാവരും കൂടെ ഷവമിക്ക് ഒരു ലവ് ലെറ്റർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരെല്ലാം ചുറ്റി നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് അവൾ അടുത്ത ശേഷം നോക്കുമ്പോഴാണ് മറ്റേ യുവാൻ ഇവൾക്ക് വേണ്ടി വാങ്ങിച്ചിരുന്ന ഗിഫ്റ്റും അതിന്റെ കൂടെ തന്നെ ലവ് ലെറ്ററും കാണും. അതോടെ അവളും മതി ഷോക്കായി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ യുവാൻ തമ്മിൽ ഒന്നില്ലെന്ന് അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പോഴാണ് ഇവരുടെ സ്കൂളിന്റെ റേഡിയോ ഇരുന്ന് ഒരു അനൗൺസ്മെന്റും കേൾക്കും. ക്ലാസ് 6 പഠിക്കുന്ന യുവാൻ ഷവമിയെ പ്രൊപ്പോസ് ചെയ്തുകൊണ്ട് ഒരു പാട്ട് പ്രസന്റ് ചെയ്യാന്ന്. അങ്ങനെ ഈ പണി ചെയ്ത് നമ്മുടെ ലിന്ന. അങ്ങനെ അവളും ക്ലാസ്സിലേക്ക് വന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കേട്ട് രൂക്ഷയാണ് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് ഓടിപ്പോകും. അതേസമയം യുവാൻ ഈ കാര്യം അറിഞ്ഞ് ക്ലാസ്സിലേക്ക് ഓടിയെത്തുമ്പോഴാണ് ഇവരെല്ലാരും കൂടെ ഇവർ രണ്ട് സെറ്റായി പറഞ്ഞ് കൂയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ഇവരുടെ മാത്സ് സാറും ഇവരെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. നിങ്ങൾക്കൊക്കെ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ സ്കൂളിന്റെ റേഡിയോ യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ പ്രൊപ്പോസ് ചെയ്യും. ഷവമി നീ ഇപ്പൊ കുറെ പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ട്, പിന്നെയോ നിനക്കും തെറ്റി, നിന്നോടുള്ള വിശ്വാസം മൊത്തത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു എന്നിന് ഇവരെ വഴക്കുറയുമ്പം രൂക്ഷയാണ് അകത്തേക്ക് സംസാരിക്കാൻ നോക്കും. പക്ഷെ ജിന്ന അവനെ പറഞ്ഞിട്ട് ഇപ്പൊ ഇവൻ അകത്തേക്ക് കയറുവാണ് പ്രശ്നം വഷളാത്തുള്ളെന്ന് പറയും. അതിനുശേഷം സാറും ഇവരുടെ പാരന്റ്സിനെ വിളിക്കാൻ പറയുമ്പോഴാണ് യുവാനാണ് പറയും തെറ്റല്ല അവന്റെ ഭാഗത്താണ്, അതുകൊണ്ട് എന്തായാലും
പനിഷ്മെന്റ് ഉണ്ട്, അത് അവന് മാത്രം തരാൻ പറയുമ്പോൾ പുറത്ത് രൂക്ഷിയാണ് ജിന്നെ അടിച്ചിടുന്ന പോലെ ആക്ടിങ് ചെയ്തോണ്ടിരിക്കും. അതുകൊണ്ട് ഇവർ മൂന്നുപേരും കൂടെ പുറത്ത് പനിഷ്മെന്റ് ആയിട്ട് നിർത്തും. അങ്ങനെ പിള്ളേർക്ക് ഇവരെ കണ്ട് കളിയായിട്ട് പോകുമ്പോഴാണ് യുവാനാണ് ഇതൊക്കെ ഞാൻ കാരണം സംഭവിച്ചെന്ന് പറഞ്ഞ് ഷൗമിയോട് സോറി പറയും. പക്ഷെ അവളാണ് ഇത് ആരെങ്കിലും പ്രാങ്ക് ചെയ്തായിരിക്കും എന്ന് പറഞ്ഞ് അവളത് വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല. അപ്പോഴാണ് ഇത് കേട്ട് യുവാന് സങ്കടം വന്നിട്ട്, ഷൗമി അപ്പൊ ഞാൻ നിന്നെ പ്രൊപ്പോസ് ചെയ്തെന്ന് നീ വിശ്വസിച്ചില്ലായിരുന്നു എന്നിന് അവനും ചോദിച്ചോടെ അവളാണ് പറയും ഇവനെ പോലെ ഒരാള് എന്തിന് ഇവളൊന്ന് പ്രൊപ്പോസ് ചെയ്യുന്നതെന്ന്. അതിനുശേഷം അവള് രൂക്ഷയോട് ദേഷ്യത്ത് ഇവൻ എന്നാ ജിന്നായിട്ട് അടി ഉണ്ടാക്കുന്ന ആക്ഷൻ കാണിച്ചു ചോദിക്കുമ്പോൾ ഇവരെ സാറിന്റെ അടുത്ത് രക്ഷിക്കാൻ വേണ്ടി അവൻ അങ്ങനെ ചെയ്തതാന്ന് പറയും. അപ്പോഴാണ് അവിടേക്ക് ഷൗമിയുടെ അച്ഛനും വന്നിട്ട് ഇവളെ വഴക്കുറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചോണ്ടാണ്. അങ്ങനെ ഇത് കണ്ട് ഇവന്മാരും പേടിച്ച് പുറയിലേക്ക് ചെല്ലുമ്പോഴാണ് വീട്ടിൽ ചെന്നൊരു അച്ഛനാണ് സ്കൂളിൽ പഠിക്കുക അയച്ച പപ്പിലോ എന്ന് പറഞ്ഞ് കറങ്ങി നടക്കുന്നുവെന്ന് അവളെ വഴക്കുറയും. അപ്പോഴാണ് അവളും അത് ചുമ്മാ ആരാണ്ട് കളിയാക്കിയതാന്ന് പറഞ്ഞ് അവൾ സത്യം പറയുമ്പം അവിടേക്ക് വരുന്ന അമ്മയാണ് ചുമ്മാതെ ടീച്ചറും വഴക്കുറഞ്ഞാണ് നിങ്ങൾ വെറുതെ അവളെ വിഷമിപ്പിക്കേണ്ടെന്ന് അവളെ ഒന്ന് സമാനപ്പെടാൻ പറയും. അപ്പോഴാണ് ഇത് കണ്ട് അച്ഛനെ ദേഷ്യത്തി നീ ആ സ്നേഹം കൊടുത്ത് അവളെ വഷളാക്കുന്നതെന്ന് അവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പം അവിടേക്ക് വരുന്ന യുവാന് രൂക്ഷയും കൂടെ ഷൗമി അടിക്കൽ അങ്കിൾ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഓടിയും തടയും. അപ്പോഴാണ് ഇത് കണ്ട് അവളുടെ അമ്മയും അതിനാരവൾ അടിക്കുന്നത്, അവളുടെ റൂം മൊത്തത്തിൽ ക്ലീൻ ചെയ്യാൻ പോവുക എന്നിന് അമ്മയും പറഞ്ഞ ഉടനെ ഇത് കേട്ട് അവന്മാരും ചിരിച്ചിട്ട് എങ്കിൽ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോട്ടെ സോറി അങ്കിൾ എന്നിന് ഇവന്മാർ പറഞ്ഞ അടുത്ത സെക്കൻഡ് തന്നെ അവളുടെ അച്ഛൻ സഹായത്തിന് ഇവരും കൂടെ ക്ലീൻ ചെയ്യാൻ പറയും. അതിനുശേഷം രൂക്ഷി ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് ഇവളുടെ അച്ഛൻ ഭയങ്കര സീനാണെന്ന് ചോദിക്കുമ്പോൾ അവളാണ് ചില കാര്യത്തിൽ മാത്രമേ ദേഷ്യപ്പെടുത്തുള്ളൂ പറയും. അതുകൊണ്ട് മിക്കവാറും ഇവന്മാർ ഇവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയത് ഇവനെ നോട്ടയിട്ട് കാണുന്ന പറയുമ്പോഴാണ് അവനും പേടിച്ചിട്ട് അങ്കിളെ ഞാൻ നിങ്ങൾക്ക് സഹായിക്കാന്ന് പറഞ്ഞ് അവൻ നല്ല പേര് വാങ്ങിക്കാൻ വേണ്ടി നോക്കും. എന്നിട്ട് അവളുടെ അമ്മ ഇവർക്ക് കഴിക്കാൻ വേണ്ടി ഫ്രൂട്ട്സ് കൊടുക്കുമ്പോഴാണ് രൂക്ഷയാണ് വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകാൻ അറിഞ്ഞ ഉടനെ അവളുടെ അമ്മയും ഷൗമി വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകുന്ന അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത്. ഇതോടെ അവനാണ് അങ്ങനെയാണ് ഇവൾ സുരക്ഷയായിട്ട് അവൻ ഇന്ന് വീട്ടിൽ കൊണ്ടാക്കാന്ന് പറയുമ്പം ഇത് കേട്ട് ഷൗമിയാണ് അടുത്തേക്ക് വരും. അമ്മ നിങ്ങൾ ഇതിനെ വെറുതെ അവനെയൊക്കെ ശല്യപ്പെടുത്തുന്നത്, അവൻ ചുമ്മാ തള്ളു, അവന്റെ വീടൊന്നും ഇങ്ങോട്ടല്ല എന്നിന് അവൾ പറഞ്ഞാലും രൂക്ഷയാണ് അവന്റെ വീട് ഇങ്ങോട്ടാന്ന് പറയും. അതോടെ അവളുടെ അമ്മയെ സന്തോഷത്തി ഇവന് ഫ്രൂട്ട്സ് എടുത്ത് കൊടുക്കുമ്പോഴാണ് ഇതേ കാണുന്ന യുവാനാണ് അവനോട് മാത്രം ഇങ്ങനെ സ്പെഷ്യൽ ട്രീറ്റ് കാണിക്കുന്നുണ്ട്. ഇവൻ ആ ഫ്രൂട്ട്സ് കഴിക്കാൻ പോലും തോന്നത്തില്ല. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ലിന്റെ മറ്റേ ചേട്ടനാണ് സ്കൂളിലേക്ക് തന്നെ വരും. അപ്പോഴാണ് അവന് ജിന്നിനെ കണ്ടിട്ട് ഇവ ലിന്നിന്റെ ക്ലാസ് ആണെന്ന് ചോദിക്കുമ്പോൾ അവനാണെന്ന് പറയും. അതോടെ ഇവനാണ് ജിന്നിന്റെ അടുത്ത് പൈസ അടിച്ചു മാറ്റി ഞാൻ ലിന്നിന്റെ ചേട്ടനാന്ന് പറഞ്ഞ് അവൻ അതെടുത്തോണ്ട് അവിടെ നിന്ന് പോകും. ഇത് കണ്ട് ജിന്നാണ് മൊത്തത്തിൽ പേടിച്ചു പോയി അവളുടെ ചേട്ടനാണെങ്കിൽ എന്തിനാണ് എന്റെ പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നതെന്ന് അവിടേക്ക് ഒന്ന് രൂക്ഷയോട് ഷൗമിയോടും പറഞ്ഞ് ഇവനെ സഹായിക്കാൻ പറയും. അപ്പോഴാണ് ഇത് കാണുന്ന ലിന്നാണ് പേടിച്ചു പോയി അവള് പെട്ടെന്ന് താഴെ കൂടി ചെന്ന് മറ്റൊന്ന് ചെന്ന് തടയും. എടാ നിനക്കിപ്പോ എന്തോ പ്രശ്നം, ഇതെന്റെ കൂടെ പഠിക്കുന്നതിന്റെ പൈസയാ, മര്യാദയ്ക്ക് തിരിച്ചു കൊടുത്തേക്ക് അല്ലെങ്കിൽ എനിക്ക് വീണ്ടും ക്ലാസ്സിൽ പോലും കയറാൻ പറ്റത്തില്ല എന്നിട്ട് ഇവള് ചോദിക്കുമ്പോൾ അവനും തരത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവൾ അടിക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവിടേക്ക് യുവാൻ ഇവനെ തടയുന്നത്. അതോടെ അവനും നിനക്ക് ബോഡി ഗാർഡ് കൊണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവര് മൂന്നുപേരും കൂടെ അവൻ ജിന്നിന്റെ പൈസ കട്ടെടുത്തേക്കെന്ന് പറഞ്ഞ് യുവാനെ പിടിക്കാൻ പറയും. അതോടെ യുവാനെ ചെന്ന് അവനെ തടയാൻ നോക്കുമ്പോഴാണ് അവനും പേടിച്ച് പൈസ അവിടെ ഇട്ടിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. അതിനെ ശിവല്ലാരും കൂടെ ലിനിനെ ചോദ്യം ചെയ്യും. ലിൻ നിനക്ക് അവൻ ആരാന്നറിയോ, നിന്റെ ചേട്ടൻ പറഞ്ഞ അവൻ ജിന്നിന്റെ പൈസ തട്ടിക്കൊണ്ടുപോയ എന്നിന് രൂക്ഷിയും ചോദിക്കുമ്പോൾ അവളാണെന്നും പറയാതെ പേടിച്ചിരിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി യുവാനും ലിൻ നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധമാണെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ഞങ്ങളോട് പറ എന്നിന് ഇവനും ചോദിക്കുമ്പോഴാണ് അവളാണ് സത്യം പറയത്തില്ല, എനിക്ക് അവൻ ആരാന്നോലും അറിയത്തില്ല എന്നിന് ഇവളും പറയുമ്പോഴാണ് ഇത് കേട്ട് യുവാനാണ് എങ്കിൽ പിന്നെ ഇത് വെറുതെ വിടില്ലെന്ന് പറഞ്ഞ് ടീച്ചറിനോട് പറയാൻ പോകും. അപ്പോഴാണ് ലിന്ന് മൊത്തത്തിൽ പേടിച്ചു പോയി ഇവന്മാര് ടീച്ചറിനോട് പറഞ്ഞ പിന്നെ ഇവളുടെ വീട്ടിലെ അവസ്ഥയിൽ അറിയുമെന്ന് പറഞ്ഞ് അവളാണ് കാലുവേദന എടുക്കുന്ന പറഞ്ഞ് ആക്ട് ചെയ്യും. പക്ഷെ രൂക്ഷയാണ് ഇത് മനസ്സിലാക്കിയിട്ട് ഇത്ര സമയം നല്ലോണമല്ലോ നടന്നെന്ന് പറഞ്ഞ് അവൻ പറയുന്ന സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഇവരും ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് പിള്ളേരെല്ലാരും കൂടെ ഷൗമി ആരെങ്കിലും പ്രാങ്ക് ചെയ്താണെങ്കിൽ ഈ ഗിഫ്റ്റ് എന്താണെന്ന് പറഞ്ഞ് അവരൊക്കെ ചോദിക്കും. അങ്ങനെ യുവാൻ അത് വാങ്ങിക്കാൻ പോകുമ്പോഴാണ് അതിനുമ്പ് ലിന്നത് വാങ്ങിച്ചിട്ട് ഇത് യുവാൻ അവൾക്ക് വേണ്ടി ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് തന്നേന്ന് പറയും. പക്ഷെ ഇതാരോ കട്ടെടുത്ത് ഇമാതിരി ചീപ്പ് പരിപാടി കാണിച്ചേക്കുവന്ന് അവളും പറഞ്ഞോടെ യുവാനാണ് ഇത് കേട്ട് മൊത്തം ഷോക്കാവും. അപ്പോഴാണ് അവള് മനസ്സിൽ വിചാരിക്കുന്നത് ഇപ്പൊ ഇവളിങ്ങനെ പറഞ്ഞ് രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ യുവാനായിരിക്കും മൊത്തത്തിൽ കഷ്ടപ്പെടാൻ പോകുന്നത്. കാരണം ആ ഗിഫ്റ്റിനകത്ത് ഷൗമിക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റാണ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാരും കൂടെ എങ്കിൽ പിന്നെ യുവാൻ ലിന്നെ കൊടുത്ത് ഗിഫ്റ്റ് ആരാണ്ട് ഇമാതിരി പരിപാടി ചെയ്ത് വെച്ചേക്കുവന്ന് അവരെല്ലാം അത് വിശ്വസിക്കാൻ തുടങ്ങും. കൂടാതെ ലിന്നും പെട്ടെന്ന് തന്നെ യുവാന്റെ കൂടെ അവൾ ഭയങ്കര ക്ലോസ് ആന്ന് പറയുമ്പോൾ ഇത് കേട്ട് പിള്ളേരെല്ലാം കൂടെ ഷോക്കാവും. അപ്പൊ ഇവരുണ്ടായിരുന്ന സത്യത്തിൽ കപ്പിൾസ് എന്ന്. അങ്ങനെ യുവാൻ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിരിക്കുമ്പോഴാണ് ഇവളാണ് എന്റെ കൂടെ ചെയ്യുന്ന ആക്ട് ചെയ്യുന്ന പറഞ്ഞ് അവന്റെ ഷർട്ടിനകത്ത് പിടിച്ചോണ്ടിരിക്കും. പക്ഷെ അവനാണിത് പറയാൻ പറ്റാതെ നീ കാലു ചെയ്തിരിക്കില്ല, ആദ്യം പോയി റെസ്റ്റ് എടുക്കുന്ന പറഞ്ഞ് അവളെ ചെന്ന് സീറ്റിലാക്കും. അതിനുശേഷം സ്കൂൾ മൊത്തത്തിൽ പാട്ടാവും യുവാൻ ഇഷ്ടം ലിന്നിനോടാന്ന്. അപ്പോഴാണ് ഇത് കണ്ട് അവന്റെ കൂട്ടുകാരാണ് ദേഷ്യത്തി ലിന്റെ അടിച്ചെന്ന് വഴക്കുണ്ടാക്കും. എടി സത്യം പറ, യുവാനാണെന്ന് എനിക്ക് ഈ ഗിഫ്റ്റ് അന്ന്, എനിക്കറിയാം നീ കള്ളം പറയാന്ന്, നീ അവനെ എന്തെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യായിരിക്കും എന്നിന് ഇവളും വഴക്ക് പറയുമ്പോൾ ഷൗമിയാണ് ലിന്നിനെ സപ്പോർട്ട് ചെയ്ത് അവിടേക്ക് വരും. അപ്പോഴാണ് അവളാണ് ദേഷ്യത്തി ഷൗമി നീ ഒരിക്കലെങ്കിലും നിന്റെ കൂട്ടുകാരുടെ ഫേസ് കണ്ടിട്ടുണ്ടോ, അവള് പറയുന്നില്ല വെറും കള്ള, ഇതിനുമ്പ് നിനക്ക് രൂക്ഷയോട് സ്നേഹമുണ്ടെന്ന് അറിഞ്ഞിട്ടും അവൾ നിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ സ്കാർഫ് എടുത്ത് അവന്റെ കൊടുത്ത്, പക്ഷെ അവത് വാങ്ങിച്ചു
സമ്മതിച്ചില്ല. അതുകൊണ്ട് അവൾ എന്തോ ചെയ്ത് അടുത്ത് യുവാനെ ടാർഗറ്റ് ചെയ്ത്. നിനക്ക് ഇപ്പോഴെങ്കിലും ഇവളുടെ സ്വഭാവം മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഇവള് സത്യമൊക്കെ പറയുമ്പോഴാണ് ലിന്നാണ് ആക്ട് ചെയ്യാൻ തുടങ്ങും. നീ ഗിഫ്റ്റ് കാരണല്ലേ ഇത്രയും ദേഷ്യപ്പെടുന്നത്, എങ്കിൽ പിന്നെ നീ തന്നെ വെച്ചോ. എന്നിട്ട് അവളും പാവമായിട്ട് പറയുമ്പം പിള്ളേരിലെ ഇത് കണ്ടിട്ട് ഇവൾക്ക് ഇതെന്തോ പ്രശ്നം, യുവാൻ തന്നെ സമ്മതിച്ചില്ല അത് ലിന്ന് ഗിഫ്റ്റ് ചെയ്തതാണ്. എന്നിട്ട് അവരൊക്കെ സംസാരിക്കുമ്പോൾ ലിന്റെ ഫേസിലാണ് സന്തോഷം കാണും. അപ്പോഴാണ് ഇവളുടെ സ്വഭാവം ആദ്യമായിട്ട് ഷൗമി മനസ്സിലാക്കുന്നത്. അതിനുശേഷം ലിൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയം നോക്കി ഷൗമിയാണ് അടുത്തേക്ക് സംസാരിക്കും. ലിൻ, നീ എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത്? എന്നിട്ട് ഇവൾ അടുത്തേക്ക് സംസാരിക്കുമ്പോഴാണ് അവളാണ് ദേഷ്യത്തി. നീ എന്തോ ഉദ്ദേശിച്ച? ഷൗമി, എനിക്ക് നിന്നെ കുറിച്ച് അറിയാം. എല്ലാരും നിന്റെ പുറത്ത് തന്നെ വരുമെന്ന് നീ ആഗ്രഹിക്കുമല്ലേ? നിനക്ക് ഇതുവരെ മതിയായില്ല. യുവാൻ നിന്നോട് സ്നേഹത്തിൽ ബിഹേവ് എന്ന് പറഞ്ഞ് അവൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ കാണുമോ? എന്നിട്ട് ഇവള് ഓരോന്നൊക്കെ വിളിച്ചു പോകുമ്പോഴാണ് ഷൗമിയാണ് ദേഷ്യത്തി. ലിൻ, ഞാനിപ്പോ നിന്നോട് സംസാരിക്കാൻ വന്ന അതിനെ കുറിച്ചൊന്നല്ല. ഞാൻ നിന്നെ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാ കണ്ട. ഫ്രണ്ട്സ് ഒക്കെ പരസ്പരം സഹായിക്കണമെന്ന്. പക്ഷെ നീ ഒരിക്കലെങ്കിലും നീ എന്നെ ഒരു ഫ്രണ്ട് ആയിട്ട് കണ്ടിട്ടുണ്ടോ? ഷൗമി, ചുമ്മാ നാടകം കളിക്കാതെ. ആദ്യം ഫസ്റ്റ് നീ എന്നെ ഒരു ഫ്രണ്ട് ആയിട്ട് കണ്ടിട്ടുണ്ടോ? എനിക്ക് രൂക്ഷി ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും നീ എന്റെ അടുത്ത് നിന്ന് അവനെ തട്ടിക്കൊണ്ടുപോയില്ലേ? എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഷൗമിയാണ് വിഷമിച്ച് നിന്നെ കുറിച്ചുള്ള സത്യത്തിൽ എനിക്കിപ്പോ അറിയാന്ന് അവളാണ് തുറന്നു പറയും. ലിൻ, നീ എന്തോ എന്നെ മണ്ടി എന്ന് വിചാരിച്ചോ? നീ ഒരു ഫ്രണ്ടിനെ പോലെ എന്റെ കൂടെ നിന്ന് എല്ലാ പണി നീ എനിക്കിട്ട് തരുമായിരുന്നു. മറ്റേ ഫീസ് കാണാതായപ്പോ നീ മനഃപൂർവ്വം എന്റെ പേര് പറഞ്ഞ. പിന്നെ യുവാൻ എന്നെ പ്രൊപ്പോസ് ചെയ്ത പോലെ ചെയ്തതും നീയാന്ന് എനിക്കറിയാം. നീ എന്തോ വിചാരിക്കുന്ന? ഇതൊന്നും എനിക്ക് മനസ്സിലായില്ലെന്നാണ്. എന്നിനെ ഷൗമി ചോദിക്കുമ്പോഴാണ് അവളും, ഷൗമി, നീ എന്തോ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാനിവിടെ നിന്ന് പോവാ. എന്നിന് അവളും പേടിച്ച് പോകാൻ നോക്കുമ്പോൾ ഷൗമിയാണ് ദേഷ്യത്തി. കുറച്ചെങ്കിലും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ഇവളെ ഉപദ്രവിക്കാൻ വേണ്ടി യുവാനെ യൂസ് ചെയ്യില്ലെന്ന് പറയും. അതോടെ ലിൻ ഒന്നും പറയാതെ അവൾ അപ്പം തന്നെ ക്ലാസ്സിലേക്ക് ചെന്നിട്ട് സയൻസിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങും. അങ്ങനെ ഇത് കണ്ട് ഇവരെല്ലാരും കൂടെ നീ എന്തിനാണ് പെട്ടെന്ന് ക്ലാസ് മാറിയെന്ന് ചോദിക്കുമ്പോൾ അവിടേക്ക് വന്ന് ഷൗമിയാണ് ഇത് കണ്ട് വിഷമിക്കും. പക്ഷെ ലിന്നാണ് ഇത് കണ്ടൊന്നും പറയാതെ ഇവള് രൂക്ഷയോടെ നിൽക്കുന്നുണ്ട്. അവൾ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകും. അപ്പിലാണ് അവിടേക്ക് യുവാനും ഷൗമിയുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിരുന്നത്. പക്ഷെ ലിൻ അവനെ തടഞ്ഞിട്ട് ഇന്നത്തോട് ഞാൻ നിന്റെ ക്ലാസ്സിലെ യുവാൻ എന്ന് പറഞ്ഞ് അവനായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പിലാണ് ഇവ മൈൻഡ് ആയിരിക്കുന്നിട്ട് അവൾ താഴേക്ക് വീഴാൻ പോകുന്ന കാണിക്കുമ്പോൾ അവിടേക്ക് യുവാന്റെ കൂട്ടുകാരിയും വരും. പക്ഷെ അവൾ ചെറുതായിട്ടും തൊട്ടോടനെ ഇവളങ്ങ് ദൂരേക്ക് ചെന്ന് വീഴുന്ന പോലെ ആക്ഷൻ കാണിക്കും. ഇതോടെ അവരെല്ലാം പേടിച്ച് അവളുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് ഞാൻ അത്രയ്ക്ക് ശക്തിയൊന്നും കൊടുത്തില്ലെന്ന് ഇവളാണ് ഇവിടെ പേടിച്ചിരിക്കും. അപ്പിലാണ് ഷൗമി അവളെ സഹായിക്കാൻ പോകുമ്പോൾ ലിൻ അവളുടെ കൈ തട്ടിയിട്ടിട്ട് യുവാനെ മാത്രം സഹായിക്കാൻ പറയും. അങ്ങനെ യുവാനെ അവൾ ക്ലാസ്സിലേക്ക് വിളിച്ചോണ്ട് പോകുമ്പോഴാണ് ഇത് കണ്ട് ഷൗവിയും അപ്പൊ നീ യുവാന് വേണ്ടിയാണ് ക്ലാസ് മാറിയെന്ന് അവൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ കൂട്ടുകാരിയാണ് ദേഷ്യപ്പെട്ട് അവളെ നോക്കും. അങ്ങനെ ലിൻ ക്ലാസ് മാറി പോയതോടെ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. പക്ഷെ അവൾ ക്ലാസ് മാറി പോയത് ഷൗമി മൊത്തത്തിൽ തകർന്നുപോയി. കാരണം അവൾ ആകെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കണ്ടത് അവളെയാണ്. അങ്ങനെ ഇതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത എപ്പിസോഡിൽ കാണാം. Shiv edits.